സുരേഷിനെ അറിയുന്ന എത്ര മലയാളികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തത്, BS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നില്ല സുരേഷ്. സുരേഷ് ഒരിക്കലും വലിയൊരു ചർച്ചാ വിഷയമല്ല. അപ്പം നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നതിൻ്റെ കാരണം സുരേഷ് എന്തല്ല എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതുകൊണ്ട്. കീ പോസ്റ്റിലൊന്നും ഇരുന്ന ഒരാളല്ല, ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ്റെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുള്ള ഒരു സഹായി മാത്രം. ഞാൻ വലിയ ആളായിട്ടല്ല, ഞാൻ ചെറുതാണ്, എന്നെക്കാളും ചെറുതാണ് സുരേഷ് എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ അത്രയും കൂടി വിവരമില്ലാത്ത ആൾ. VS ജീവിച്ചിരുന്ന കാലത്ത് VS ഒരിക്കലും കോൺഗ്രസിലേക്ക് പോയിട്ടില്ല, VS ഒരിക്കലും UDF ആയിട്ട് സന്ധി ചെയ്തിട്ടില്ല. VS ഈവൺ INL ആയിട്ടുള്ള അലയൻസിനെ വരെ എതിർത്തിട്ടുള്ള ആളാണ് ഈ VSൻ്റെ പിൻഗാമിയാവുന്നില്ല. VSൻ്റെ രാഷ്ട്രീയമോ ഏതെങ്കിലും തരത്തിലുള്ള നൈതികമോ ബൗദ്ധികമോ യുക്തിപരമോ ആയിട്ടുള്ള ഒരു ആശയപരമോ ആയിട്ടുള്ള ഒരു പിൻഗാമിയും ആയി അവകാശപ്പെടാനുള്ള ഒരു യോഗ്യതയും സുരേഷിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിലുള്ള ഒരു സത്യം. VS കാലങ്ങളോളം എതിർത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ കൈ കൊടുക്കാൻ, അക്ഷരാർത്ഥത്തിൽ കൈയാണല്ലോ കൊടുക്കുന്നത്, ആ കൈ കൊടുക്കാനും ആ കൈ പിടിക്കാനും ആ കൈ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ആ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനും ഒന്നും ഇയാൾ തയ്യാറാവില്ല. നമസ്കാരം. കേരളത്തിൽ ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് മലമ്പുഴയിൽ VSൻ്റെ പിൻഗാമിയായിട്ടുള്ള അല്ലെങ്കിൽ VSൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന സുരേഷ് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ എതിർക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മലമ്പുഴയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതല്ല എന്നതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇത് കേരളത്തിലെ ഒരുപാട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് റൂമറുകളിൽ ഒന്ന് മാത്രമാണ്, അത് ആയിരക്കണക്കിന് വാർത്തകളിൽ ഒന്ന് മാത്രമാണ് സുരേഷിൻ്റേത്. സുരേഷിനെ അറിയുന്ന എത്ര മലയാളികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തത്, BS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നില്ല സുരേഷ്. BS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു സഹായി മാത്രമായിരുന്നു. അങ്ങനെയാണ് സുരേഷ്. ഇപ്പോൾ നമ്മൾ ഒരു ഹോം നേഴ്സിനെ വീട്ടിൽ വെക്കുമല്ലോ, ആ രീതിയിൽ സാധാരണഗതിയിലുള്ള PAമാരുടെ പണി എന്ന് പറഞ്ഞാൽ അവർ കൂടെ യാത്ര ചെയ്യില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അസൈൻമെൻറ്റ് ഉണ്ടാവും, അത് അവരുടെ ഓഫീസിലിരുന്നിട്ടാണ് ചെയ്യുക. ഈ സുരേഷിനെ കൂടെ കൊണ്ടുനടന്നത് BS അച്യുതാനന്ദൻ്റെ പ്രായാധിക്യം പരിഗണിച്ചുകൊണ്ട്, അതായത് അങ്ങനെയുണ്ട്, എല്ലാ മന്ത്രിമാർക്കും ഉണ്ട്. അതായത് ഒന്നിനും കൊള്ളാത്ത സ്റ്റാഫിൽ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ കൂടെ കൊണ്ടുനടക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഡോറ് തുറന്നു കൊടുക്കുക, കൈമ പിടിച്ചിറക്കുക, മഴയോ വെയിലുണ്ടെങ്കിൽ കുട പിടിച്ച് ഇങ്ങനെ വേക്കിൽ നിൽക്കുക, ഇതിന് വേണ്ടിയിട്ട് നിർത്തുന്ന ആളാണ്. അതേസമയം സ്കിൽഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അയാളതിന് നിർത്തില്ല. കാരണം അയാളെ ഡോറ് തുറക്കാനും അയാളെ കുട പിടിക്കാനും അയാളെ കൈമ പിടിച്ച് കൊണ്ടു നടക്കാനും നിർത്തില്ല. കാരണം അയാളുടെ സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് മേഖലകളുണ്ട്, അയാൾക്ക് വേറെ അസൈൻമെൻറ്റ്സ് കൊടുക്കും. അപ്പോൾ സുരേഷ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ആയിരുന്നില്ല. സുരേഷ് പാലക്കാട് കൽമണ്ഡപംകാരനാണ്, CPMൻ്റെ പ്രവർത്തകനായിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ SFIയിലൂടെ രംഗത്ത് വന്ന് SFI രംഗത്തൊക്കെ വരുമ്പോഴൊന്നും വലിയ കുഴപ്പമില്ലാത്ത ഒരു ആളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ SFI രംഗത്ത് തന്നെ പിന്നീട് ചില അലിഗേഷൻസ് വന്ന് കോളേജ് മാഗസിൻ്റെ അതേപോലെ ഇലക്ഷൻ ഫണ്ടിൻ്റെയൊക്കെ ചില തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അക്കാലത്ത് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാഗസിനിലേക്ക് പരസ്യം പിടിക്കുമ്പോൾ പരസ്യത്തിൻ്റെ താരിഫ് കൂടുതൽ കാണിച്ചിട്ട് അതിനേക്കാൾ കുറഞ്ഞ പൈസ ഇവിടെ കൊണ്ട് നടക്കുക തുടങ്ങിയിട്ടുള്ള മാഗസിൻ്റെയൊക്കെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സുവനീറിന് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള SFIക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു SFI പയ്യനൊക്കെ പോട്ടെ എന്ന് കരുതിയിട്ട് പാർട്ടി അത് ശാസിച്ച് കണ്ണടച്ച് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നടപടിക്കൊന്നും പോയിട്ടില്ല. പിന്നെ സുരേഷ് ലോക്കൽ കമ്മിറ്റിക്ക് അപ്പുറം പോയിട്ടില്ല, ഒരു ലോക്കൽ സെക്രട്ടറി പോലും ആയിട്ടില്ല, CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർ പോലും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുരേഷ് ഒരിക്കലും വലിയൊരു ചർച്ചാ വിഷയമല്ല. അപ്പം നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നതിൻ്റെ കാരണം സുരേഷ് എന്തല്ല എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതുകൊണ്ട്. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഷാഫി വിചാരിക്കുന്നത് പോലെ ആരെങ്കിലുമൊക്കെ സുരേഷ് VS അച്യുതാനന്ദൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും പിൻഗാമിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു എന്ന തെറ്റിദ്ധാരണയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയുള്ള നൂറുകണക്കിന് പ്രേക്ഷകരും ഉണ്ടാവും. അവരുടെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ. സുരേഷ് VS മുഖ്യമന്ത്രിയാകുമ്പോൾ VS 2006 തെരഞ്ഞെടുപ്പിലാണല്ലോ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. 2006 മുഖ്യമന്ത്രിയാകുമ്പോൾ VSൻ്റെ സഹായിയായിട്ട് ഇയാളെ ആക്കുന്നു. VSൻ്റെ സഹായിയായിട്ടാക്കുമ്പോൾ പാർട്ടിയുടെ നോമിനി എന്നുള്ള രീതിയിലാണ് ആക്കുന്നത്. VSൻ്റെ സ്റ്റാഫിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെയായിരുന്നു. KM ഷാജഹാൻ ഉണ്ടായിരുന്നു. KM ഷാജഹാൻ പക്ഷേ പ്രതിപക്ഷ സ്ഥാനത്തുനിന്ന് മാറിയിട്ട് മുഖ്യമന്ത്രി ആയപ്പോൾ KM ഷാജഹാനെ മാറ്റി, ശക്തിധരനെ മാറ്റി. പിന്നെ ജോസഫ് C മാത്യു ഉണ്ടായിരുന്നു. VSൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ട് CP നാരായണൻ ഉൾപ്പെടെയുള്ള പലരും മാറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കീ പോസ്റ്റിലൊന്നും ഇരുന്ന ഒരാളല്ല, ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ്റെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുള്ള ഒരു സഹായി മാത്രം. അല്ലെങ്കിൽ ഒരു കുക്കിനെ നിർത്തിക്കഴിഞ്ഞാൽ കുക്ക് പിന്നെ എങ്ങനെ ഇയാളുടെ ഏറ്റവും അടുത്ത ആളാവുന്നത്? കുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വിളമ്പിയും കൊടുക്കും ഒക്കെ ചെയ്യും, ഒക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അപ്പോൾ എല്ലാ ഫ്രെയിമിലും വരും. ഇയാളുടെ ഗുണം അതാണ്. സുരേഷിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ VS എവിടെ പോയാലും ഏത് പരിപാടി പോയാലും കാരണം കുട പിടിച്ച് കൊടുക്കണം. പിന്നെ VSന് പ്രസംഗിക്കാനുള്ള നോട്ട്സ് തയ്യാറാക്കി കൊടുക്കുന്നത് വേറെ ടീമാണ്.
ആ നോട്ട്സ് അതാത് സമയത്ത് വി എസിൻ്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കണം. ഇവൻ്റെ കയ്യിലാണ് വെക്കുക. ഓനത് ആവശ്യമുള്ളത് ആ സമയത്ത് ആ മെറ്റീരിയൽ എടുത്തിട്ട് വി എസിൻ്റെ അടുത്ത് ഓരോ വേദിക്കും അനുസരിച്ചുള്ളത് കൊണ്ടേ കൊടുക്കുക. ഓൻ എഴുതിയതല്ല, ഓനങ്ങനെ എഴുതാനുള്ള നിശ്ചയമൊന്നുമില്ല. പിന്നെ എ സുരേഷിന് അരമണിക്കൂർ വേണ്ട 15 മിനിറ്റ്, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു എന്നുള്ള ധാരണയിലപ്പോൾ നിൽക്കുന്നത്. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു, താത്വികാചാര്യനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് തന്നെ എ സുരേഷാണെന്നുള്ള മട്ടിൽ നിൽക്കുന്നത്. എ സുരേഷ് 15 മിനിറ്റ് കമ്മ്യൂണിസത്തെക്കുറിച്ച് എൻ്റെ മുമ്പിലിരുന്ന് ഡിബേറ്റിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കാനുള്ളത് കഴിയില്ല. അതിനുള്ള സ്റ്റഫില്ല. ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് ഫോണിൽ. അതിനൊന്നുള്ള ഒരു മരുന്നുമില്ല, ഒരു പൊളിറ്റിക്കൽ ഡെപ്തും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ വലിയ ആളായിട്ടല്ല, ഞാൻ ചെറുതാണ്, എന്നെക്കാളും ചെറുതാണ് എ സുരേഷ് എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ അത്രയും കൂടി വിവരമില്ലാത്ത ആൾ. ഞാൻ കരുതിയ ലോകത്തെ ഏറ്റവും വിവരമില്ലാത്ത ആൾ ഞാനാണെന്ന. എന്നെക്കാളും വിവരമില്ലാത്ത ഒരാളാണ് എ സുരേഷ് എന്നുള്ളതാണ് സത്യം. ഇതിന് സമാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. 2006 തെരഞ്ഞെടുപ്പിൽ ഈ ആർ ബാലകൃഷ്ണപിള്ള ഐഷ പോറ്റിയോട് പരാജയപ്പെടുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ള മത്സരിക്കുന്നില്ല. പകരം അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഡോക്ടറെ, അദ്ദേഹത്തിൻ്റെ കുടുംബ ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നോക്കി കൊട്ടാരക്കരയിൽ. അന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്, UDF-ന്റെ ഭാഗമാണ് ബാലകൃഷ്ണപിള്ള. അന്ന് മകൻ പത്തനാപുരത്ത് മത്സരിക്കുന്നു. അച്ഛനിവിടെ മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുടുംബ ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയതാണ് ഐഷ പോറ്റിക്കെതിരെ. ആക്കിയെന്ന് തോന്നുന്നത്, കുടുംബ ഡോക്ടറെ ആക്കി. എന്നിട്ട് ഐഷ പോറ്റി വിജയിച്ചു. ഇതിനോട് താരതമ്യപ്പെടുത്താനേ പറ്റുള്ളൂ. കാരണം ഇതിനോട് 2006 തെരഞ്ഞെടുപ്പിൽ ആദ്യം VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് സീറ്റ് നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. CPM-ന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ CPM-ന്റെ അണികൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നു, പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നു. അങ്ങനെ വന്നിട്ടാണ് വീണ്ടും പൊളിറ്റ് ബ്യൂറോ കൂടി സംസ്ഥാന കമ്മിറ്റി വീണ്ടും വിളിച്ച് ഇത് പുനർവിചിന്തനത്തിന് വിധേയമാക്കണം എന്ന് പറയുന്നത്, റിവ്യൂ നടത്തണം, ഈ തീരുമാനം റിവ്യൂ ചെയ്യണം എന്ന് പറയുകയും VS-നെ മുഖ്യമന്ത്രിയായിട്ട് പിന്നീട് കൊണ്ടുവരികയും ചെയ്യുന്നു. അതിനു മുമ്പ് ആദ്യം ഇവിടെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി എ പ്രഭാകരനാണ്. CIT-ന്റെ നേതാവായിട്ടുള്ള എ പ്രഭാകരനെ മലമ്പുഴയിൽ നിർദ്ദേശിക്കുന്നു. ഈ എ പ്രഭാകരൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് VS-നെ സ്ഥാനാർത്ഥിയാക്കുന്നു. പക്ഷേ 2006-ലും 2011-ലും 2016-ലും അണിയറയിൽ നിന്നുകൊണ്ട് VS-ന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട എ പ്രഭാകരനായിരുന്നു. കാരണം അദ്ദേഹത്തിന് പാർലമെൻ്ററി വ്യാമോഹം ഉണ്ടായിരുന്നില്ല. അവസാനം 2021-ലാണ് എ പ്രഭാകരൻ അവിടെ നിന്ന് MLA ആവുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ കിട്ടിയ ഗുണം, ഈ 15 കൊല്ലം VS മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ടുള്ള വളരെ കൃത്യാന്തര ബാഹുല്യമുള്ളതുകൊണ്ട്, ഓവർലോഡർ ആയതുകൊണ്ട്, എപ്പോഴും മണ്ഡലത്തിൽ വരാൻ എല്ലാ MLA-മാരെ പോലും കഴിയാത്തതുകൊണ്ട് MLA ഓഫീസും VS-ന്റെ പ്രതിപുരുഷൻ എന്ന രീതിയിൽ ആ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചത് എ പ്രഭാകരനായിരുന്നു. ഞങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സഖാവാണ് എ പ്രഭാകരൻ. വേറെ ദുരുദ്ദേശങ്ങളോ അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ രീതിയിലാണ് പോയിട്ടുള്ളത്. ഇപ്പം മമ്മൂട്ടിൻ്റെ കൂടെ ജോർജ് എപ്പോഴും ഉണ്ടാവും അല്ലേ? മമ്മൂട്ടിൻ്റെ ഒരു വലങ്കിയായിട്ട് ജോർജ് ഉണ്ടാവും. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കൂടെ ആന്റണി പെരുമ്പാവൂരുണ്ടാവും. അവർ തമ്മിലുള്ളൊരു ബന്ധത്തിൽ സൗഹൃദമുണ്ട്. അവർ തമ്മിലുള്ള ബന്ധത്തിൽ പല രീതിയിലുള്ള ഡീലുണ്ട്. കാരണം അവർക്ക് തമ്മിൽ നല്ല സൗഹൃദമുണ്ട്, നല്ല ആക്സസ് ഉണ്ട്. ആ രീതിയിലുള്ള ആക്സസ് പോലും എ സുരേഷിന് VS-ന്റെ അടുത്തുണ്ടായിരുന്നില്ല. എന്നാൽ VS-ഉമായിട്ട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ആൾക്കാരൊക്കെയാണ് ടി ശശിധരൻ, തൃശ്ശൂരിൽ നിന്നുള്ള ടി ശശിധരൻ. പണ്ട് ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടാണ്. DYF-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. VS-നോടൊപ്പം നിന്നതിൻ്റെ ആ ഭാഗമായിട്ടുള്ള വിഭാഗീയതരൊക്കെ ഭാഗമായിട്ടാണ്. മത്തായി ചാക്കോ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റിയില്ല. പക്ഷേ ടി ശശിധരനെ നേരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നടപടിയെടുത്ത് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി, അവിടെ നിന്ന് ഏരിയയ്ക്ക് മാറ്റി, അവിടെ നിന്ന് ലോക്കലിലേക്ക് മാറ്റി, കൂടുതൽ അന്വേഷണങ്ങൾ വന്ന് അങ്ങനെ ബ്രാഞ്ചിലും ലോക്കലിലുമായിട്ട് വർഷങ്ങളോളം 2 പതിറ്റാണ്ടോളം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് മാള ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് VS ജീവിച്ചിരുന്ന കാലത്ത് VS ഒരിക്കലും കോൺഗ്രസിലേക്ക് പോയിട്ടില്ല. VS ഒരിക്കലും UDF-ആയിട്ട് സന്ധി ചെയ്തിട്ടില്ല. VS ഈവൺ INL-ആയിട്ടുള്ള അലയൻസിനെ വരെ എതിർത്തിട്ടുള്ള ആളാണ് ഈ VS. അടവ് നയത്തെ എതിർത്ത ആളാണ് VS. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേരളത്തിന് ഒരു ഈഴവ മുഖ്യമന്ത്രിയെ കിട്ടുകയാണ്, അതുകൊണ്ട് ഞാൻ VS-നെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയായാൽ ഞാൻ ഈഴവ മുഖ്യമന്ത്രി അല്ല, എന്നെ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ഫ്രെയിമിൽ കുരുക്കിടണ്ട, ഞാൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞ ആളാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനെ ന്യൂനപക്ഷ വിരോധി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പക്ഷേ എടവണ്ണ മസ്ജിദിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവിടെ ആദ്യം ഓടിയെത്തിയത് VS അച്യുതാനന്ദനാണ്. പന്തല്ലൂർ ക്ഷേത്രത്തിൻ്റെ സ്ഥലം മനോരമ കയ്യേറിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ആദ്യം അവിടെ വന്ന് ഇടപെട്ടത് VS അച്യുതാനന്ദനാണ്. ആനന്ദപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമെല്ലാം പുട്ടടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ രാജകുടുംബത്തിന്. ആ നിലവറയ്ക്കകത്ത് ഇത്ര സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവം വന്നപ്പം അത് രാജകുടുംബത്തിൻ്റെ ആണെന്ന് പറഞ്ഞപ്പം VS അച്യുതാനന്ദൻ പറഞ്ഞാൽ എന്താ, രാജാവിൻ്റെ ആജ്ഞയൊക്കെ 47-ന് മുമ്പ്, 47-ന് ശേഷം ഇവിടെ രാജാവിൻ്റെ ആജ്ഞയൊന്നും ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം
ഇനി രാജഭരണത്തിൻ്റെ കഥയും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സാമുദായിക സങ്കുചിത ചിന്താഗതിക്കാരോടും ഒരേപോലെ എതിർത്തതിൻ്റെ ഭാഗമായി വി എസിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെള്ളാപ്പള്ളിക്ക് വി എസിനോട് ശത്രുത, റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾക്ക് വി എസിനോട് ശത്രുത, രാജകുടുംബത്തിന് വി എസിനോട് ശത്രുത, അത് എല്ലാ ആളുകൾക്കും ആ ശത്രുത ഉണ്ടായി. കാരണം വി എസ് ആരോടും മയമില്ലാത്ത, വെള്ളം ചേർക്കാതെ, ഒരു വിഷയവും ഡാല്യൂട്ട് ചെയ്യാതെ വളരെ ടഫ് ആൻഡ് ടഫായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു വി എസ്. അപ്പോൾ ആ വി എസിനെ കൂടെ നിന്നിട്ടുള്ള ടി ശശിധരനും എതിരെ നടപടി വന്നപ്പോഴും വി എസ് കൈവിട്ട് സഹായിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോയില്ല. ശശിധരൻ പാർട്ടി വിട്ടും പോയിട്ടില്ല. വേണ്ട, വി എസിനോട് എതിർത്ത് നിന്നിരുന്ന CIT വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള MM ലോറൻസ് എത്രയോ കേരളത്തിൻ്റെ LDFൻ്റെ കൺവീനറായിരുന്നു, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരുന്നു, CITൻ്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു. KN രവീന്ദ്രനാഥ് CITൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരുന്നു. ഒരു ഘട്ടത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടതാണ്. പിന്നാണ് അത് മൂപ്പരെ മാറ്റിയിട്ട് ചടയൻ ഗോവിന്ദനാക്കുന്നതെന്ന്. ഇവരാരും പാർട്ടി വിട്ടു പോയിട്ടില്ല. ഇവരാരും UDFൻ്റെ സ്ഥാനാർത്ഥിയാവാം. അവർക്ക് വേണമെങ്കിൽ ഒന്നാണ് പോയി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയായിക്കൂടെ, അവർക്ക് രാജ്യസഭയ്ക്ക് പോയിക്കൂടെ, അവർക്ക് ഇപ്പോൾ ലോക്സഭയ്ക്ക് മത്സരിച്ചുകൂടെ, അവർക്ക് പിന്നെ ഷുവർ സീറ്റിൽ നിന്നിട്ട് നിയമസഭയ്ക്ക് മത്സരിച്ചുകൂടെ. അപ്പോൾ സുരേഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു വി എസിൻ്റെ എല്ലാ ആൾ. കാരണം വി എസിൻ്റെ കൂടെയുള്ള വി എസിൻ്റെ എല്ലാ ഫോട്ടോയിലും ഇയാളുണ്ട്. അതെന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം ഒരു ബാല്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് പണ്ട് പരമ്പരാഗതമായ കാലഘട്ടം തൊട്ടേ അങ്ങനെ തന്നെയാണ്. കാരണം മഴ ഇതാ കുട പിടിച്ചു കൊടുക്കണം, പിന്നെ പ്രസംഗിക്കുമ്പോൾ ബേക്കിലുകൾ നിൽക്കണം, പിന്നെ വണ്ടി നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ഇയാൾ ഇറങ്ങണത്, ഇയാൾ ഇറങ്ങിയിട്ട് ഡോറ് തുറന്നു കൊടുക്കണം, പിന്നെ കൈമ പിടിച്ചിറക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി എസ് ഉള്ള ഫ്രെയിമിലൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് വി എസിൻ്റെ പിൻഗാമിയാവുന്നില്ല. വി എസിൻ്റെ രാഷ്ട്രീയമോ ഏതെങ്കിലും തരത്തിലുള്ള നൈതികമോ ബൗദ്ധികമോ യുക്തിപരമോ ആയിട്ടുള്ള ഒരു ആശയപരമോ ആയിട്ടുള്ള ഒരു പിൻഗാമിയും ആയി അവകാശപ്പെടാനുള്ള ഒരു യോഗ്യതയും സുരേഷിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിലുള്ള ഒരു സത്യം. എന്നാൽ ജോസഫ് സി മാത്യുവിനെ പോലുള്ളവർ ഇപ്പോഴും അത് അവകാശപ്പെടാൻ വരുന്നില്ലല്ലോ. അദ്ദേഹം വി എസിൻ്റെ കൂടെ നിന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹമൊക്കെ ഒരു ഘട്ടത്തിൽ കോർണർ ചെയ്യപ്പെട്ടു. പക്ഷേ അയാൾ ചർച്ചകളിലൊക്കെ വന്നിട്ട് എന്ത് ഹൈ ക്ലാസ് പൊളിറ്റിക്സാണ് പറയണത്. വി എസിനെ എതിർത്തിരുന്ന ആളുകൾക്ക് പോലും ബഹുമാനം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം ഡാറ്റാബേസിൽ കാര്യങ്ങൾ പറയുന്നത്. ജോസഫ് സി മാത്യുവിന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. ജോസഫ് സി മാത്യു ഒന്ന് നണ്ട് മൂളിയാൽ മതി, പറ്റുന്ന സീറ്റ് കൊണ്ടുപോയില്ല ജോസഫ് സി മാത്യു. കാരണം അതിന് പറ്റിയ ഏബിളായിട്ടുള്ള കാൻഡിഡേറ്റുമാണ്. എവിടെയും കൊണ്ടേ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എവിടെയും കൊണ്ടുപോയിട്ട് ഏത് മുന്നണിക്കും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ജോസഫ് സി മാത്യു. ടി ശശിധരൻ കേരളത്തിൽ എവിടെയും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. പാർലമെൻറ്റിലേക്കോ നിയമസഭയ്ക്കോ എവിടെയും കൊണ്ടുപോയിട്ടുണ്ട്. ടി ശശിധരനെ പോലെയുള്ള പ്രാസംഗികൻ കഴിഞ്ഞ 4 നൂറ്റാണ്ടിനിടയിൽ കേരളത്തിലെ ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവിടെ KT ജലീലോ അല്ലെങ്കിൽ M സ്വരാജോ അതല്ലെങ്കിൽ പിന്നെ സന്ദീപ് വാചസ്പതിയോ അതല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ സന്ദീപ് വാര്യരോ ഇവരാരും CPMൻ്റെയും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്നെ BJPയുടെയും ഒക്കെ ഏറ്റവും മികച്ച ഇപ്പോഴത്തെ പ്രഭാഷകരെ മുഴുവൻ എടുത്താൽ അവർക്കാർക്കും 10-20 വർഷം മുമ്പുണ്ടായിരുന്ന ടി ശശിധരൻ്റെ ആ പ്രാസംഗിക നിലവാരത്തോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസൻറ്റേഴ്സ് ഇന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ പുതിയ തലമുറയിലുള്ളവർക്ക് പിന്നെ റീൽസ് ഇട്ട് കളിക്കലാണുള്ള പരിപാടി, അറിയാലോ നമുക്ക്. കാരണം എല്ലാ നേതാക്കന്മാരെയും പരിപാടി എല്ലാ പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്ക് റീൽസ് ഇട്ട് കളിക്കലാണ്. അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വി എസ് മരിച്ചു കഴിഞ്ഞപ്പോൾ വി എസിന് ഇനി പറയാൻ പറ്റില്ല എനിക്ക് അവനായിട്ട് ബന്ധമില്ല, അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി വേണമെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാടകം കളിക്കും. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ പോയിട്ട് വി എസിൻ്റെ സ്മാരകത്തിൻ്റെ മുമ്പ് പോയിട്ട് തൊഴുതിട്ട് അങ്ങനെ നോമിനേഷൻ കൊടുക്കാൻ പോകണ നാടകമൊക്കെ കളിക്കും. അത് വി എസിൻ്റെ ഓർമ്മകളെ വിറ്റ് പൈസയാക്കാനുള്ള ശ്രമം മാത്രമാണ്. അല്ലാതെ സുരേഷിന് ഒരാത്മാർത്ഥതയും വി എസിനോട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ തെളിയിക്കപ്പെടുകയാണ്. എന്തെങ്കിലും രീതിയിൽ വി എസ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തോട് വി എസ് മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വി എസ് കാലങ്ങളോളം എതിർത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ കൈ കൊടുക്കാൻ, അക്ഷരാർത്ഥത്തിൽ കൈയാണല്ലോ കൊടുക്കുന്നത്, ആ കൈ കൊടുക്കാനും ആ കൈ പിടിക്കാനും ആ കൈ പിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ആ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനും ഒന്നും ഇയാൾ തയ്യാറാവില്ല. ഇനി സ്വതന്ത്രനായിട്ടാണെങ്കിലും അവരെ പിന്തുണ വിട്ട് വി എസിൻ്റെയോട് ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് ഒരിക്കലും UDFൻ്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത് സുരേഷ് വേണ്ടെന്നാണ്. മലമ്പുഴയിൽ സുരേഷ് വേണ്ടെന്ന് പറയുന്നത് വേറെ ആരുമല്ല പറയണത്, ആ മുതലിനെ നമുക്ക് വേണ്ട, ഇവിടെ വേറെ ആരെങ്കിലും നിന്നിട്ട് തോറ്റാലും കുഴപ്പമൊന്നുമില്ല, സുരേഷിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്ന്. പാലക്കാട് കൽമണ്ഡപത്തിലുണ്ടായിരുന്ന നമ്മൾ SFI കാലഘട്ടം തൊട്ടേ കുറച്ച് വികൃതികൾ കയ്യിലുണ്ടായിരുന്നു. അത് പിന്നെ വികൃതിയായിട്ട് ആ പ്രായത്തിൽ കണക്കിലെടുത്തു. പക്ഷെ അതിനപ്പുറത്ത് ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമായ ശേഷി ഉള്ള ഒരാളല്ല. അത് സുരേഷിൻ്റെ മീഡിയകൾക്ക് കൊടുക്കുന്ന ബൈറ്റ് കണ്ടാൽ അറിയാം. കുറേ കാണാതെ പഠിച്ചിട്ട് എന്തൊക്കെയോ മസിൽ പിടിച്ച് MA ബേബി പറയണത് പോലെ അത്രയും ഗൗരവത്തിലിരുന്ന് സംസാരിക്കും. ഇയാളെവിടെ കിടക്കണോ MA ബേബി എവിടെ കിടക്കണോ? അങ്ങനെ ഉണ്ടല്ലോ ചോദ്യം ഇയാൾക്ക്. കാരണം അതിനുള്ള ഞാൻ പറഞ്ഞില്ല, ഒരു പൊളിറ്റിക്കൽ ഡെപ്ത് ഇല്ല, ഒരു പൊളിറ്റിക്കൽ സെൻസ് ഇല്ല.
പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പോവില്ല. ഇയാൾ ക്വാളിഫൈഡ് അല്ല, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ പക്ഷേ ഏബിൾ അല്ല. ഏബിൾ ആണെങ്കിൽ ഇയാളെ നല്ല ക്ലറിക്കൽ ജോബിലാണ് ഏൽപ്പിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതല കൊടുക്കൂലേ? അത്ര കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓഫീസിൻ്റെ ചുമതലയല്ലേ കൊടുക്കുക? ഈ പിന്നെ കുട പിടിക്കാൻ നിർത്തുമോ? ഇല്ലല്ലോ. ഒരാളെ കുട പിടിക്കാനായിട്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അതിനെ കൊള്ളുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സുരേഷ് എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ്. അത് കോൺഗ്രസിന് ബാധ്യതയാവും എന്നല്ലാതെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നേട്ടമാണ്. കാരണം സുരേഷിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല എന്നിനി നിസ്സംശയം പറയാൻ കഴിയുന്നൊരു സാഹചര്യം ഞങ്ങളാണെന്നും പറഞ്ഞ് ഇനി നടക്കില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം CPM-ൻ്റെ, ഞാൻ പാലക്കാട് ജില്ലയിലുള്ള പലരുമായിട്ടൊന്ന് സംസാരിച്ചു, അവർക്ക് ആ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഗതികേട് ആലോചിക്കണം. BS-ൻ്റെ കൊട പിടിച്ചവരെയും BS-നെ ഇനിയിപ്പോൾ അവസാന കാലത്ത് നോക്കിയ ഹോം നേഴ്സിനെയും BS-ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത കുക്കിനെയും ഒക്കെ പുറകെ നടന്ന് അവർക്കെല്ലാം കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുത്ത് അവർക്കെല്ലാം പാർട്ടി ടിക്കറ്റ് കൊടുക്കേണ്ടുന്ന ഗതികേട്ടിലേക്ക് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തുക, ഐക്യജനാധിപത്യ മുന്നണി എത്തുക എന്നത് ശരിയാണോ എന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടത് അവരാണ്.